ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിലുള്ള ഒരു സ്റ്റോറിയാണ്. എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്നാണ് ഈ ഒരു സ്റ്റോറിയുടെ പേര്. മിൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പാലല്ലേ. എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പാല് എന്നുള്ളതാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാനുള്ള കാരണം അത് നമുക്ക് ഈ ഒരു സ്റ്റോറി വായിക്കുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് വരാം. ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആദ്യം അത് നോക്കാം. ഹാസ് എനി സ്ട്രേഞ്ചർ എവർ അപ്രോച്ച്ഡ് യു ഫോർ ഹെൽപ്പ്? സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ അപരിചിതൻ, അതായത് നമുക്ക് പരിചയമില്ലാത്ത ഒരു ആൾ. അപ്രോച്ച്ഡ് മീൻസ് സമീപിക്കുക. അപ്പോൾ എന്താണ്? ഹാസ് എനി സ്ട്രേഞ്ചർ എവർ അപ്രോച്ച്ഡ് യു ഫോർ ഹെൽപ്പ്? എപ്പോഴെങ്കിലും ഒരു അപരിചിതനായ ആൾ എന്തെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടി നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് നിങ്ങളോടുള്ള ചോദ്യമാണ് കേട്ടോ. ഹൗ ഡിഡ് യു ട്രീറ്റ് ഹിം ഓർ ഹെർ? നിങ്ങൾ എങ്ങനെയാണ് അവളെ അല്ലെങ്കിൽ അവനെ, ഹിം ഓർ ഹെർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവളെ അല്ലെങ്കിൽ അവനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്, അവരോട് എങ്ങനെയാണ് നിങ്ങൾ പെരുമാറിയിട്ടുള്ളത്? അതായത് ഹെൽപ്പ് ചോദിച്ചു വന്ന ആളാണല്ലോ, അപ്പോൾ നിങ്ങൾ അവരെ സഹായിച്ചോ എന്നുള്ളതാണ് ചോദ്യം. Here you find a young woman's experience when a stranger approaches her for some water. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു യങ് വിമനിൻ്റെ എക്സ്പീരിയൻസ് ആണ്, അവരുടെ അനുഭവമാണ്. when a stranger approaches her for some water, ഒരു സ്ട്രേഞ്ചർ കുറച്ച് വെള്ളത്തിനായിട്ട് അവരെ സമീപിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം, ഒരു സ്ത്രീക്ക്, ഒരു യങ് വിമന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി സ്റ്റോറിയിലേക്ക് വരാം. One day, a poor boy was selling goods from door to door to pay his way through school. അപ്പോൾ one day, ഒരു ദിവസം, poor boy, പുവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാവപ്പെട്ട അല്ലേ, ഒരു പാവപ്പെട്ട ഒരു ബോയ്, ഒരു ആൺകുട്ടി, വാസ് സെല്ലിങ് ഗുഡ്സ് എന്ന് വെച്ചാൽ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധനങ്ങൾ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഫ്രം ഡോർ ടു ഡോർ, അതായത് ഓരോരോ വീടിൻ്റെ പടിക്കൽ ചെന്ന് ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുകയാണ് ഈ കുട്ടി. ടു പേ ഹേഴ്സ് വേ ത്രൂ സ്കൂൾ, അതായത് സ്കൂളിലെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടി ഇങ്ങനൊരു ജോലി ചെയ്യുന്നത്. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ ആൻഡ് ഹി ഫെൽ ടയർഡ് ആൻഡ് ഹംഗ്രി. അപ്പം അതൊരു നല്ല ചൂടുള്ള ദിവസമായിരുന്നു. ആൻഡ് ഹി ഫെൽ ടയേർഡ്, അവനെന്താണ് വളരെ ക്ഷീണിതനാണ് അല്ലേ. ടയേർഡ് മീൻസ് എന്താണ്? ക്ഷീണമുണ്ട്. ആൻഡ് ഹംഗ്രി, അതോടുകൂടി എന്താണ്? വിശപ്പും ഉണ്ട്. ഹി ഹാഡ് ഓൺലി വൺ തിൻ ഡൈം ലെഫ്റ്റ് വിത്ത് ഹിം. അപ്പോൾ അവൻ്റെ കയ്യിൽ ആകെ എന്താണ് ഉള്ളത്? ഓൺലി വൺ തിൻ ഡൈം. ഡൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് മണി, അതായത് കുറച്ച് പൈസയേ ഉള്ളൂ, തുച്ഛമായ പൈസ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. He decided not to ask for a meal at the next house. അപ്പം ആ ഒരു കുട്ടി അത്രയും ടയേർഡാണ്, അതേപോലെ തന്നെ എന്താണ്, വിശപ്പും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അവൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ്? നോട്ട് ടു ആസ്ക് ഫോർ എ മീൽ അറ്റ് ദ നെക്സ്റ്റ് ഹൗസ്. ഭക്ഷണത്തിന് വേണ്ടി അടുത്തുള്ള വീട്ടിലൊന്നും പോയിട്ട് ഇങ്ങനെ യാചിക്കില്ല, അല്ലെങ്കിൽ ഭക്ഷണം ചോദിക്കില്ല എന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഹവവർ, പക്ഷെ എന്നിരുന്നാലും ഹി ലോസ്റ്റ് ഹിസ് നെർവ് വെൻ a lovely young woman opened the door. അപ്പോൾ എന്താണ്, അവന് എന്താണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കലും വേറൊരു വീട്ടിൽ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയിട്ട് കുറച്ച് ഭക്ഷണം തരണേ എന്നൊന്നും ചോദിക്കില്ല എന്ന്. പക്ഷേ എന്നാലും ഹി ലോസ്റ്റ് ഹിസ് നെർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇഡിയമാണ്. അതിൻ്റെ മീനിങ് വരുന്നത് ടു ബിക്കം അഫ്രെയ്ഡ് ഓർ ലോസ് കറേജ് എന്നൊക്കെയാണ്, അതായത് ധൈര്യം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ മീനിങ് വരുന്നത് എന്താണ്? ആ കുട്ടി എന്താണ്, വിശന്ന് വലഞ്ഞാണ് നിൽക്കുന്നത്. അപ്പം എന്താണ്, ബോഡി താങ്ങുന്നില്ല, വിശപ്പും അതേപോലെ ടയേർഡാണ്, അതെല്ലാം കൂടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിട്ടുണ്ട്. അപ്പം നമുക്കറിയാം വിശപ്പും ദാഹവും ഒന്നും നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലേ. അതേപോലെ ഈ കുട്ടിയും എന്താണ്, കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചിട്ടില്ലെങ്കിൽ തൻ്റെ അവസ്ഥ കുറച്ചും നല്ല രീതിയിൽ മോശമാകുമെന്ന് ഈ കുട്ടിക്ക് എന്താണ് ഫീൽ ചെയ്യുകയാണ്. ബിക്കോസ് അത്രയും ടയേർഡായി പോയിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണ്? വെൻ എ ലവ്ലി യങ് വിമൻ ഓപ്പൺഡ് ദ ഡോർ. അപ്പം ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു യങ് ലേഡി അവർ ഇങ്ങനെ വാതിൽ തുറന്ന് വന്ന സമയത്താണ് ഇവൻ്റെ ഇവന് കുറച്ച് വെള്ളമോ ഇതൊക്കെ ചോദിക്കാമല്ലോ എന്നുള്ള തോട്ട് അവൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും അല്ലേ. നമുക്ക് നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് എ മീൽ ഹി ആസ്ക്ഡ് ഫോർ സം വാട്ടർ. അപ്പോൾ അവൻ എന്താ ചെയ്തത്? ഇൻസ്റ്റെഡ് ഓഫ് എ മീൽ, ഒരു ഭക്ഷണത്തിന് പകരം ഹി ആസ്ക്ഡ് ഫോർ സം വാട്ടർ,
ചോദിച്ചത് കുറച്ച് വെള്ളമാണ്. She thought he looked hungry and so bought him a large glass of milk. അപ്പം ഈ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ, ആ ഒരു വിമൻ, അവൾ ചിന്തിക്കുകയാണ്, ഹി ലുക്ഡ് ഹംഗ്രി, അവനെ കണ്ടപ്പോൾ എന്താണ്, അവന് നല്ല വിശപ്പുള്ള പോലെ തോന്നി. നമുക്ക് മനസ്സിലാവും അല്ലേ, ആഹാരമൊന്നും കഴിക്കാതെ ക്ഷീണിച്ച് നിൽക്കുന്ന ആളുകളെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ, അതേപോലെ ഇവളും നോക്കുമ്പോൾ ഇവൻ വിശക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ആൻഡ് സോ ബോട്ട് ഹിം എ ലാർജ് ഗ്ലാസ് ഓഫ് മിൽക്ക്, ഒരു വലിയ ഗ്ലാസ് പാലാണ് ഇവൾ എന്ത് ചെയ്തത്, ഈ കുട്ടിക്ക് കൊണ്ടു കൊടുത്തത്. He drank it slowly and then asked, "How much do I owe you?" അപ്പം അവൻ എന്ത് ചെയ്തു, ആ ഒരു ഗ്ലാസ് പാല് പതിയെ, സ്ലോലി മീൻസ് പതിയെ അല്ലേ, പതിയെ അങ്ങനെ കുടിച്ചു. ആൻഡ് ദെൻ ആസ്ഡ്, അതിനുശേഷം ചോദിച്ചു, എന്താണ്, ഹൗ മച്ച് ഡു ഐ ഓവ് യു, ഞാനിതിന് നിങ്ങൾക്ക് എത്രയാണ് പേ ചെയ്യേണ്ടത്, എത്ര പൈസയാണ് ഞാൻ, അല്ലെങ്കിൽ എത്ര രൂപയാണ് നിങ്ങൾക്ക് തരേണ്ടതെന്ന് ചോദിക്കുകയാണ്. യു ഡോണ്ട് ഓ എനിത്തിങ്, നിങ്ങളൊന്നും തരേണ്ട ആവശ്യമില്ല, നീ ഒന്നും തരേണ്ട ആവശ്യമില്ല. ഷീ റിപ്ലൈഡ്, അവൾ എന്ത് ചെയ്തു, മറുപടി പറഞ്ഞു. മദർ ഹാസ് ടോട്ട് ആസ് നെവർ ടു അക്സെപ്റ്റ് പേ ഫോർ ആക്ട്സ് ഓഫ് കൈൻഡ്നസ്. അപ്പം അവൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മദർ ഹാസ് ടോട്ട് അസ്, അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, നെവർ ടു അക്സെപ്റ്റ് പേ ഫോർ ആക്ട് ഓഫ് കൈൻഡ്നസ്, അതായത് നമുക്ക് ഒരാളോട് ദയ തോന്നിയിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരിക്കലും പ്രതിഫലം പ്രതീക്ഷിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ അതിന് പ്രതിഫലം നമ്മൾ അവരുടെ അടുത്തുനിന്ന് വാങ്ങരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഈ ഒരു സ്ത്രീ റിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ അതിനൊരിക്കലും പ്രതിഫലം വാങ്ങിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദയവ് തോന്നി ചെയ്യുന്ന സഹായങ്ങൾക്കൊന്നും പ്രതിഫലം വാങ്ങരുത്. ഹീ സെറ്റ്, ദെൻ ഐ താങ്ക് യു ഫ്രം മൈ ഹാർട്ട്. അപ്പോൾ അവൻ എന്താ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. കാരണം അവൻ അത്രയും വീക്കായിരുന്ന സമയത്ത് ഇവന് വെള്ളം ചോദിച്ച സമയത്ത് എന്താണ് കൊടുത്തത്, പാലാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ പാല് കുടിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നതിനേക്കാളും വീക്കായിരുന്ന ബോഡി സ്ട്രെങ്തൻ ആവുകയല്ലേ ചെയ്യുക. സോ അതുകൊണ്ട് അവൻ എന്താണ്, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു ലേഡീനോട് നന്ദി പറയാണ്. ആസ് ഹൊവാർഡ് കെല്ലി ലെഫ്റ്റ് ദ ഹൗസ്, അപ്പോൾ ഇവിടെ നമുക്ക് കുട്ടിയുടെ പേര് കിട്ടി, എന്താണ് പേര്, ഹൊവാർഡ് കെല്ലി എന്നാണ്. ലെഫ്റ്റ് ദ ഹൗസ് ഹി നോട്ട് ഓൺലി ഫെൽ സ്ട്രോങ്ങർ ഫിസിക്കലി ബട്ട് ഹിസ് ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് മാൻ വാസ് ഓൾസോ സ്ട്രെങ്തൻഡ്. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു ഹൊവാർഡ് കെല്ലി ആ ഒരു വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് പോയതിനു ശേഷം ഹി നോട്ട് ഓൺലി ഫെൽറ്റ് സ്ട്രോങ്ങർ ഫിസിക്കലി, അവൻ എന്താണ് ഫിസിക്കലി മാത്രമല്ല കുറച്ചും കൂടി ശക്തനായത്, ബട്ട് ഹിസ് ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് മാൻ വാസ് ഓൾസോ സ്ട്രെങ്തൻഡ്, അവൻ്റെ ദൈവത്തിലും അതേപോലെ മനുഷ്യനിലുമുള്ള വിശ്വാസം കൂടി സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്, വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം, ഓക്കെ, സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു വിശ്വാസം വർദ്ധിച്ചു എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഹി ഹാഡ് ഡിസൈഡഡ് ടു ഗീവ് അപ്പ് ആൻഡ് ക്വിറ്റ്, പിന്നെ അത് അവൻ എന്ത് ചെയ്തു, ആ ഒരു കാര്യം അങ്ങ് വിട്ട് കളയുകയും ചെയ്തിട്ടുണ്ട്. Years later, that woman became old and critically ill with an unknown disease. അപ്പം ഇയേഴ്സ് ലേറ്റർ, വർഷങ്ങൾക്ക് ശേഷം, ദാറ്റ് വുമൻ, അതായത് നമ്മളുടെ ഹൊവാർഡ് കെല്ലിക്ക് മിൽക്ക് കൊടുത്ത ആ ഒരു വുമൻ ബിക്കെയിം ഓൾഡ്, അവരെന്താണ്, വളരെ പ്രായം ചെന്നിരുന്നു, വയസ്സായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ക്രിട്ടിക്കലി ഇൽ വിത്ത് ആൻ അൺനോൺ ഡിസീസ്, ഇൽ എന്ന് പറഞ്ഞാൽ അസുഖമാണ്, അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം അവർക്ക് ബാധിച്ചിട്ടുണ്ട്. അൺനോൺ ഡിസീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് അറിയപ്പെടാത്ത, അതായത് എന്താണ്, ഈ രോഗം എന്താണ് എന്ന് നിർവചിച്ചിട്ടില്ലാത്ത ഒരു അസുഖമാണ് ഇവർക്ക് വന്നിട്ടുള്ളത്, വളരെ സീരിയസ് ആണ് കേട്ടോ. ദ ലോക്കൽ ഡോക്ടേഴ്സ് വർ ബാഫിൾഡ് മീൻസ് കൺഫ്യൂസ്ഡ് ആയി, എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അസുഖം എന്താണെന്ന് അവർക്ക് അറിയില്ല, അപ്പം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. സോ റെയർ ആയിട്ടുള്ളൊരു അസുഖമാണ്, അപൂർവമായിട്ടുള്ള, അപ്പോൾ അതിനുള്ള മെഡിസിൻ എന്താ കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇവർ കൺഫ്യൂസ്ഡ് ആണ്. ദേ ഫൈനലി സെൻഡ് ഹർ ടു ദ ബിഗ് സിറ്റി, അവരെന്ത് ചെയ്തു, ഈ ഒരു സ്ത്രീനെ വലിയൊരു സിറ്റിയിലേക്ക് സെൻഡ് ചെയ്തു. അതായത് നമുക്കിപ്പം റൂറൽ ഏരിയാസിലൊക്കെ കിട്ടുന്നതിലും നല്ല മെഡിക്കൽ സപ്പോർട്ട് നമുക്ക് വലിയ വലിയ സിറ്റീസിൽ കിട്ടൂലേ, നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടും, അതുകൊണ്ട് അവരെ വലിയൊരു സിറ്റിയിലേക്ക് അയക്കുകയാണ്. were they called in specialists to study her rare disease. അപ്പോൾ അവളുടെ റെയർ ആയിട്ടുള്ള ഈ ഒരു ഡിസീസിനെ കുറിച്ച് ഈ സ്പെഷ്യലിസ്റ്റൊക്കെയാണ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഹൊവാർഡ് കെല്ലി വാസ് കോൾഡ് ഇൻ ഫോർ ദ കൺസൾട്ടേഷൻ. അപ്പം നമ്മളുടെ ആ ഒരു
ഈ ചെറിയ കുട്ടി ഉണ്ടല്ലോ, ഈ സ്ത്രീനോട് പാല് വാങ്ങിക്കുടിച്ച ആ ഒരു കുട്ടി, അവൻ്റെ എന്തായിട്ടുണ്ട് ഇപ്പോൾ, ഡോക്ടറായിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ കാണാം, ഡോക്ടർ ഹൊവാർഡ് കെല്ലി എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവൻ ഡോക്ടറായിട്ടുണ്ട്. വാസ് കോൾഡ് ഇൻ ഫോർ ദ കൺസൾട്ടേഷൻ. അപ്പോൾ അവൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വരികയാണ്, ഡോക്ടറാണല്ലോ. When he realized her and the town she came from, a strange light filled his eyes. അപ്പം എന്താണ്, ഈ ഒരു ഡോക്ടർക്ക് ഈ ഒരു വിമനെ റിയലൈസ് ചെയ്യാണ്, മനസ്സിലായി. ആൻഡ് ദ ടൗൺ ഷീ കെയിം ഫ്രം, അവർ വന്നിട്ടുള്ള ടൗൺ ഇതാണ് എന്നൊക്കെ അറിഞ്ഞ സമയത്ത് ഈ ഒരു എന്താണ് പണ്ട് ആ ഒരു കാലത്ത് എന്താണ് ഇവന് ഭയങ്കര വിശന്ന് ടയർഡായി നിൽക്കുന്ന സമയത്ത് പാല് കൊടുത്തിട്ട് അവനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ത്രീനെ അവൻ റിയലൈസ് ചെയ്യുകയാണ് അല്ലേ. ആ ഒരു മൊമെൻ്റാണ് ഇവിടെ പറയുന്നത്. എ സ്ട്രേഞ്ച് ലൈറ്റ് ഫിൽഡ് ഹിസ് ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അവന് ആ ഒരു പഴയ കാലത്തുള്ള ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഓക്കെ, അവൻ പെട്ടെന്ന് ആ പഴയ കാലത്തിലേക്ക് അങ്ങ് പോയി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Immediately he rose and went down the hall of the hospital to her room. Immediately means പെട്ടെന്ന്. He rose and went down the hall of the hospital. അപ്പം അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് എന്ത് ചെയ്തു, ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഹാളിൽ നിന്ന് അവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു റൂം ഉണ്ടല്ലോ, അവിടേക്ക് പോയി. ടു ഹർ റൂം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രസ്ഡ് ഇൻ ഹേഴ്സ് ഡോക്ടേഴ്സ് ഗൗൺ ഹി വെൻറ്റ് ഇൻ ടു സീ ഹർ. അപ്പം എന്താണ്, ഈ ഡോക്ടറിൻ്റെ ഗൗണൊക്കെ ധരിച്ചിട്ടാണ് ആ ഒരു സ്ത്രീനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളത്. ഡോക്ടറാണല്ലോ, അപ്പം നമുക്ക് ഡോക്ടറിൻ്റെ ആ ഒരു ഡ്രസ്സും സെറ്റപ്പൊക്കെ ആയിട്ടാണ് അവനുള്ളത്. അങ്ങനെ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. ഹി റെക്കഗ്നൈസ്ഡ് ഹർ അറ്റ് വൺസ്, അതായത് കണ്ട മാത്രയിൽ തന്നെ ഈ സ്ത്രീയെ ആ ഒരു ഡോക്ടർക്ക് മനസ്സിലായി, ഹൊവാർഡ് കെല്ലിക്ക് മനസ്സിലായി. ഹി വെൻറ്റ് ബാക്ക് ടു ദ കൺസൾട്ടേഷൻ റൂം ഡിറ്റർമൈൻഡ് ടു ഡു ഹേഴ്സ് ബെസ്റ്റ് ടു സേവ് ഹെർ ലൈഫ്. അപ്പം എന്താണ്, അവൻ തിരിച്ച് അവൻ്റെ കൺസൾട്ടേഷൻ റൂമിലേക്ക്, അതായത് രോഗികളെയൊക്കെ കൺസൾട്ട് നോക്കുന്ന ആ ഒരു റൂമുണ്ടല്ലോ, ആ റൂമിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഡിറ്റർമൈൻഡ് ടു ഡു ഹിസ് ബെസ്റ്റ് ടു സേവ് ഹെർ ലൈഫ്. അവൻ തീരുമാനിച്ചു എന്താണ്, അവരുടെ ജീവിതം എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവരുടെ ജീവിതം രക്ഷിക്കണം, ജീവൻ രക്ഷിക്കണം എന്നുള്ള തീരുമാനം അവനെടുത്തു. ഫ്രം ദാറ്റ് ഡേ ഹി ഗേവ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ കേസ്. ആ ഒരു ദിവസം മുതൽ അവൻ എന്ത് ചെയ്തു, ഗേവ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ കേസ്. ആ ഒരു കേസിന്, ആ ഒരു സ്ത്രീയുടെ പ്രോബ്ലം ഉണ്ടല്ലോ, ഡിസീസ്, ആ ഒരു കേസിന് ഇവൻ എന്താണ് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പേജ് നോക്കാം. ആഫ്റ്റർ എ ലോങ് സ്ട്രഗിൾ ദ ബാറ്റിൽ വാസ് വൺ. അപ്പോൾ എന്താണ്, ഒരുപാട് കാലത്തെ സ്ട്രഗിള്, അതായത് ദുരിതത്തിനും അതേപോലെ അവരുടെ ആ ഒരു പ്രയാസം, ബുദ്ധിമുട്ട്, അതിനൊക്കെ ശേഷം ദ ബാറ്റിൽ വാസ് വൺ. ബാറ്റിൽ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ്. വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയിച്ചു, അതായത് ആ ഒരു യുദ്ധം വിജയിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഡിസീസിനെതിരായിട്ടുള്ള ആ ഒരു പോരാട്ടം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടും എല്ലാത്തിൻ്റെയും അവസാനം അവർ ആ ഒരു രോഗത്തിനെ അതിജീവിച്ചു, എന്നിട്ട് നല്ലൊരു പുതിയ ലൈഫിലേക്ക് വന്നു എന്നാണ്, അവരുടെ രോഗം മാറി. അതാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡോക്ടർ കെല്ലി, അതായത് ഹൊവാർഡ് കെല്ലി, റിക്വസ്റ്റഡ് ദ ബിസിനസ് ഓഫീസ് ടു പാസ് ദ ബിൽ ടു ഹിം ഫോർ അപ്രൂവൽ. അതായത് നമുക്കറിയാം, വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, വളരെയധികം വലിയൊരു ബില്ലായിരിക്കും നമുക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടാവുക. ചെറിയൊരു കാര്യത്തിന് പോയാൽ കൂടെ ബില്ലിലുള്ള എമൗണ്ട് വലുതായിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികമായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ്, ഇത് ഹൊവാർഡ് കെല്ലി തന്നെ ആ ഒരു സ്ത്രീന് മനസ്സിലായല്ലോ, തനിക്ക് താൻ ടയർഡായിരുന്ന ആ ഒരു സമയത്ത്, തനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് തനിക്ക് ഒരു ഗ്ലാസ് പാല് തന്ന് തന്നെ ഹെൽപ്പ് ചെയ്ത, തന്നെ ഫിസിക്കലി ഒന്ന് ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്ത ആ ഒരു സ്ത്രീയാണല്ലേ. അപ്പം അവരുടെ ആ ഒരു ബില്ല് അദ്ദേഹം അടയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹി ലുക്ക്ഡ് അറ്റ് ഇറ്റ് ദെൻ റോട്ട് സംതിങ് ഓൺ ദ എഡ്ജ് ആൻഡ് ദ ബിൽ വാസ് സെൻറ്റ് ടു ഹർ റൂം. അപ്പം എന്താണ്, ആ ഒരു ബില്ലിലേക്ക് അദ്ദേഹം നോക്കി, എന്നിട്ടോ ദെൻ റോട്ട് സംതിങ് ഓൺ ദ എഡ്ജ്, അതിൻ്റെ ഒരു വശത്തായിട്ട് എന്തോ എഴുതി. ആൻഡ് ബിൽ വാസ് സെൻറ്റ് ടു ഹർ റൂം, എന്നിട്ട് ആ ഒരു ബില്ല് ആ ഒരു സ്ത്രീയുടെ റൂമിലേക്ക് കൊടുത്തു വിട്ടു, അല്ലെങ്കിൽ അയച്ചു. ഷീ ഫിയർ ടു ഓപ്പൺ ഇറ്റ്. ആ സ്ത്രീക്ക് എന്താണ്, ഈ ഒരു ബില്ല് തുറക്കാൻ പേടി തോന്നി. കാരണം എന്താണ്, അത്രയും വലിയ ഹോസ്പിറ്റലാണ്, ഒരുപാട് കാലം ചികിത്സയൊക്കെ ചെയ്ത് തൻ്റെ രോഗം മാറിയതാണ്. അപ്പം എന്തായാലും ഒരു വലിയ എമൗണ്ട് ഓഫ് എന്താ പറയുക ബില്ല് അവിടെ പേ ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് അവർക്ക് ഈ ഒരു ബില്ല് തുറന്നു നോക്കാൻ വളരെയധികം വിഷമം തോന്നി, പേടി തോന്നി. ദെൻ എന്താണ്,
for she was sure it would take the rest of her life to pay for it all. അവർക്ക് ഉറപ്പാണ് എന്താണ്, ഇവരുടെ ബാക്കിയുള്ള ജീവിതം ഇനി ഈ ഒരു ബില്ല് അടയ്ക്കാൻ പണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ ഒരു ബില്ലടയ്ക്കാനുള്ള പണത്തിന് വേണ്ടിയിട്ട് ആയിരിക്കണം ഇനി അവർക്ക് ബാക്കിയുള്ള ലൈഫ് സ്പെൻഡ് ചെയ്യേണ്ടി വരിക എന്ന് അവർക്ക് ഉറപ്പാണ്. കാരണം അത്രയും വലിയൊരു ബില്ലായിരിക്കും വരാൻ പോകുന്നത് എന്ന് അവർക്ക് ഉറപ്പാണ്. ഫൈനലി ഷീ ലുക്ക്ഡ് അറ്റ് ഇറ്റ് ആൻഡ് സംതിങ് caught her attention on the side of the bill. അപ്പം അവസാനം എന്താണ്, ഷീ ലുക്ക്ഡ് അറ്റ് ഇറ്റ്, അവർ ആ ഒരു ബില്ലിനകത്തേക്ക് നോക്കി. ആൻഡ് സംതിങ് caught her attention on the side of the bill. ആ ഒരു ബില്ലിൻ്റെ സൈഡിലായിട്ട് എഴുതിയിരിക്കുന്ന ആ ഒരു കാര്യം അത് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. ഷീ റീഡ് ദ വേർഡ്സ്, അവരെന്ത് ചെയ്തു, ആ ഒരു വേർഡ്സ് വായിച്ചു. പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 glass of milk. അപ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഗ്ലാസ് പാലിന് പകരമായിട്ട് ആ ഒരു ബില്ല് അദ്ദേഹം അടച്ചു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വാഡ്ഗലിൻ്റെ ഏറ്റവും മോശമായിരുന്ന കാലത്ത് തന്നെ ഹെൽപ്പ് ചെയ്ത ആ ഒരു ലേഡിക്ക് അവരുടെ മോശമായ ഒരു സിറ്റുവേഷനിൽ തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും വലുത് എന്ന് ചിന്തിച്ച് ഹൊവാർഡ് കെല്ലി ചെയ്ത ഒരു കാര്യമാണല്ലേ ഇത്. എന്തായാലും ഈ സ്ത്രീക്ക് ഈ ഒരു ബില്ല് പേ ചെയ്യാനുള്ള അത്രയും കഴിവുണ്ടായിരിക്കില്ല. സോ ഹൊവാർഡ് കെല്ലി ചിന്തിച്ചത് എന്താണ്, തൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ ഹെൽപ്പ് ചെയ്ത ആളെ അവരുടെ ഏറ്റവും മോശമായിട്ടുള്ള സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റണത് അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ. സോ അങ്ങനെയാണ് ഇവിടെ അവർ ചെയ്തിട്ടുള്ളത്. ST ഡോക്ടർ ഹൊവാർഡ് കെല്ലി. അപ്പം പേരും സിഗ്നേച്ചറും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ താഴെയായിട്ട്. Tears of joy flooded her eyes as her happy heart prayed. അപ്പോൾ എന്താണ് tears of joy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷത്തിൻ്റെ ആ ഒരു കണ്ണുനീര്, ആനന്ദക്കണ്ണീര്. ഫ്ലഡഡ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കണ്ണ് നിറച്ചു എന്നുള്ളതാണ് കേട്ടോ. സന്തോഷം കൊണ്ടുള്ള ആ ഒരു കണ്ണുനീര്, അവളുടെ കണ്ണുകളെ നിറച്ചു. ആസ് ഹർ ഹാപ്പി ഹാർട്ട് പ്രേഡ്, എന്നിട്ട് അവരുടെ സന്തോഷം നിറഞ്ഞ ആ ഒരു ഹൃദയം പ്രാർത്ഥിച്ചു. എന്താണ്, താങ്ക് യു ഗോഡ് ദാറ്റ് യു ലവ് us shed abroad through our hearts and hands. അതാണ് നന്ദി പറയാണ് അല്ലേ. ദൈവമേ, അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലൂടെയും അതേപോലെ കൈകളിലൂടെയും ഒക്കെ ചൊരിയപ്പെടുന്നു എന്ന് പറഞ്ഞ് ആണ് ഈ ഒരു സ്റ്റോറി നിർത്തുന്നത്. അപ്പം എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്നുള്ള ഈ ഒരു ടൈറ്റിൽ തന്നെയാണ് ഈ സ്റ്റോറിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് അല്ലേ. ഇപ്പം ഈ വിശന്ന് വലഞ്ഞ് വന്ന ആ ഒരു കുട്ടിക്ക് ഒരു വലിയ ഗ്ലാസ് പാല് കൊടുത്തത് ഒരിക്കലും തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അല്ലേ ആ ഒരു സ്ത്രീ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരിക്കലും ലൈഫിൽ ഒരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ഹെൽപ്പ് അവർക്ക് തിരിച്ചു കിട്ടുമെന്ന് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു സ്റ്റോറിയാണ്, ഒരു നല്ല മെസ്സേജ് തരുന്നൊരു സ്റ്റോറിയാണ്. നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ നമുക്ക് നമ്മളുടെ ആപത്കാലങ്ങളിൽ നമ്മളെ സഹായിച്ചേക്കാം, ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ എന്നുള്ളതാണ് അല്ലേ. പക്ഷേ എന്താണ്, നമ്മൾ ഒരിക്കലും ഒരാളുടെ അടുത്ത് നിന്ന് നമുക്ക് ദയ തോന്നിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പ്രതിഫലം ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുക പോലും ചെയ്യരുത് അല്ലേ. സോ ഇത്രയാണ് നമ്മളുടെ ക്ലാസ് ഉള്ളത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.